നാടിനെ നടുക്കി പാലക്കാട് പനയമ്പാടത്ത് വൻ അപകടം. അമിത വേഗത്തിലെത്തിയ സിമന്റ് ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നതിന് ഇടയിലാണ് അപകടമുണ്ടായത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇർഫാന, മിത, റിദ, ആയിഷ എന്നീ കുട്ടികളാണ് മരിച്ചത്. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന മറ്റൊരു ലോറി സിമന്റ് ലോറിയിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ലോറി കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയാണ് അപകട കാരണമെന്ന് RTO പറഞ്ഞു. അപകടത്തിന് കാരണമായ ലോറിയുടെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകടത്തിൽ ഗതാഗത മന്ത്രി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. നാളെ തന്നെ അടിയന്തര യോഗം വിളിക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു. പോലീസ് വകുപ്പുമായും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഉടൻ ഒരു ശക്തമായ ഒരു ഡ്രൈവ്, മാധ്യമങ്ങളുടെ സഹകരണവും ഞാൻ തേടുകയാണ്. എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും പത്രങ്ങളും എല്ലാവരും സഹകരിക്കണം. നമ്മൾ അടിയന്തരമായി ഇതിനെതിരെ ഒരു ഡ്രൈവ്, ഒരു ബോധവൽക്കരണവും ഒരു ഡ്രൈവ് ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ആളെ പോകുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഏതായാലും തിരിച്ച് നാളെ ഏതായാലും ട്രിവാൻഡ്രത്തേക്ക് എത്തും. അതിനു മുമ്പ് തന്നെ ഓഫീസർമാരെ, സീനിയർ ഓഫീസർമാരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാട്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം. ഈ പറഞ്ഞതുപോലെ സ്പീഡ് ഗവർണർ ഊരിയിട്ടിട്ടുണ്ടോ? അത് ലോറികളിലെല്ലാം ഊരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ഇത്രയും നല്ല റോഡ് വരുമ്പോൾ റോഡിന് അനുസരിച്ചുള്ള സ്പീഡ് കൊടുത്തേ പറ്റൂ. പക്ഷേ അത് സ്പീഡ് ഗവർണർ ഊരിയിട്ടുകൊണ്ട് ഉള്ള ഓടിപ്പാണ്. പല ഡ്രൈവിങ്ങും മദ്യപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് വ്യാപകമായി ഒന്ന് പിടിക്കേണ്ടതുണ്ട്. റോഡ് സേഫ്റ്റിയുടെ ആളുകളും എല്ലാവരെയും നാളെ വിളിച്ചിട്ടുണ്ട്. നാളെ 11 മണിക്ക് വിളിച്ചിട്ട് അവിടെ വെച്ചിട്ടൊരു തീരുമാനം പൊതുവായിട്ട് എല്ലാവരും കൂടി ആലോചിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കേണ്ടതല്ലോ. PWD മിനിസ്റ്ററുമായിട്ടും എല്ലാവരും കൂടെ, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ട് രണ്ടാളെയും കൂടെ ആലോചിച്ച ശേഷം ഒരു തീരുമാനം ഉണ്ടാകും. നാളെ തന്നെ ഉണ്ടാവും. ഇനി ഇവിടെ ഒരു ആക്സിഡൻറ്റ് വരാതിരിക്കാനുള്ള നടപടികളുണ്ടാവും. റോഡ് സേഫ്റ്റി ഉണ്ടല്ലോ, അവരെ കൊണ്ടത് അന്വേഷിച്ചിട്ട് എന്തൊക്കെയാണ് നടപടി എടുക്കുക, എവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ആലോചിച്ചിട്ടൊരു തീരുമാനം ഉണ്ടാകും. ഒരു ജീവൻ പോയിട്ട് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി സംഭവ സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധം നടത്തി. അകലെ DSP വണ്ടിയുടെ കൂടെ മറിഞ്ഞു, സ്കൂൾ കുട്ടികൾ പോകുന്ന വണ്ടി മറിഞ്ഞു. ഇവിടെ സ്ഥിരം ബോഡി വരയ്ക്കുന്ന ആൾക്കാർ ഇവിടുന്ന് ആക്സിഡൻ്റായി. 35-ൽ കൂടുതൽ മരണം നടന്നു. 10-20 പേരെ കയ്യും കാലും ഇല്ലാതായി. അരക്കുന്ന കീഴ്പ്പെടുന്ന് മുറിച്ച് കളഞ്ഞ ആൾക്കാരുണ്ട്. ഇത് റോഡിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ഇത് എത്രയും പരിക്കുള്ള മിൻസല്ല റോഡാണ്. ഇതിൽ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി കിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് നിയമ നടപടി എടുക്കാൻ വേണ്ടി എത്രയും പ്രാവശ്യങ്ങൾ, എത്ര സമരങ്ങൾ ഇവിടെ കഴിഞ്ഞതാണ് നാട്ടുകാരെ. ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ആളടക്കം ഇവിടുന്ന് മരണപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൽ കൂടുതൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഇവിടുത്തെ പിഞ്ച് മക്കാണ്. ഇന്ന് എക്സാം ആയതുകൊണ്ടാണ് ഇവിടെ എത്ര പിള്ളേരായത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈസ്കൂൾ വിട്ടുന്ന സമയത്ത്, ഈ 4 മണി സമയത്ത് ഇതിൽ കൂടുതൽ മരണം നമ്മൾ കാണുന്നതാണ്. ഏത് കാലത്തും അങ്ങനെയാണ് ഇവിടെ. ഇത് ഇവിടെ അവസാനിക്കില്ലത്. ഇപ്പം ഇന്ന് ഇത് പറഞ്ഞെങ്കിലും ഇത് അവസാനിക്കില്ല. നാളത്തെ പ്രഥമുട്ടത് നാളെ ഇതിന് വേറൊരു ഇത് ചെയ്യാൻ അവർ തീരുമാനമല്ല. ഇതിന് തൽക്കാലം ഈ ഗ്രിപ്പ് ഇട്ടതാ. ഈ ഗ്രിപ്പ് ഇട്ടത് 2 ദിവസം ഉള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ അതേപോലെ തന്നെയാണ്. എന്നിട്ടും ഇവിടെ ഈ അപകടം നിന്നിട്ടില്ല. ദേശീയപാത നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇത് അശാസ്ത്രീയമാണെന്ന് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. പരാതിപ്പെടുക എന്ന് മാത്രമല്ല, ഓരോ സമയത്തും 40-ഉം 50-ഉം 100ഓളം വരുന്ന അപകടങ്ങൾ ഉണ്ടായിട്ട് 50-60 ആൾക്ക് ജീവഹാനി വന്നു. കുറേ ആളുകൾക്ക് ജീവച്ഛവമായിട്ട് ഇപ്പോഴും ബെഡിൽ കിടക്കുകയാണ്. ആ അവസ്ഥയിൽ നിരന്തരമായി സമരം ചെയ്തപ്പോൾ അവസാനം റോഡ് മില്ലർ കൊണ്ടുവന്നിട്ട് ഇതിന് മിനിസം മാറ്റി എന്നുള്ളത് മാത്രമാണ് അവസാനം ചെയ്ത ഒരു പോംവഴി. ഇനി പാലക്കാട് പനയമ്പാടത്ത് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് കല്ലടിക്കോടിന് സമീപം പനയമ്പാടത്ത് ദാരുണമായ അപകടമുണ്ടാകുന്നത്. പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമെൻറ്റുമായി വന്ന ലോറി പനയമ്പാടത്ത് വിദ്യാർത്ഥികൾക്ക് മേൽ വീഴുകയായിരുന്നു. 4 വിദ്യാർത്ഥികളും ലോറിക്കടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ടു. പനയമ്പാടം സ്വദേശികളായ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, മിത, റിദ, ആയിഷ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 5 കുട്ടികളാണ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിരുന്നത്. അതിലൊരു കുട്ടി വളരെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈ അപകടം കണ്ട് പെട്ടെന്ന് ചാടി രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഈ 4 പേരും ഈ ലോറിക്കടിയിൽ പെടുകയായിരുന്നു. ഈ ലോറിയുടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എതിരെ വന്ന ഈ ലോറി പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. മണ്ണാർക്കാട് ഭാഗത്ത് നിന്നും മറ്റൊരു ലോറി വന്ന് ഈ ലോറിയുടെ വശത്തിൽ ഇടിച്ച് അങ്ങനെ നിയന്ത്രണം തെറ്റി ഇവിടെയുണ്ടായിരുന്ന ചാലിലേക്ക് മറിയുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ 4 വിദ്യാർത്ഥിനികളും ഈ ലോറിക്കടിയിൽപ്പെട്ടത്. നാട്ടുകാർ ഏറെ ശ്രമിച്ചെങ്കിലും പിന്നീട് ലോറിക്കടിയിൽപ്പെട്ട കുട്ടികളെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ക്രെയിനെല്ലാം കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ കുട്ടികളെ പുറത്തെടുക്കുകയും തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചത്. പക്ഷേ 4 കുട്ടികളുടെയും ജീവൻ രക്ഷിക്കാനായില്ല. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ഇത് ഈ പ്രദേശത്തെ ആദ്യത്തെ അപകടമല്ല.
നിരവധി അപകടങ്ങൾ ഇവിടെ പതിവാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മുമ്പും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 35ഓളം പേർ മരിച്ചു എന്ന് നാട്ടുകാർ പറയുന്നു. അതോടൊപ്പം തന്നെ നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നു. പലർക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ റോഡിൻ്റെ പ്രധാന പ്രശ്നമായി നാട്ടുകാർ പറയുന്നത് ഈ റോഡ് നന്നാക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രതലം വളരെ മിനുസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ അപകടത്തിൽപ്പെടുന്നു, അത് സ്ഥിരമായി മാറുന്നു. അങ്ങനെ മുമ്പ് ആളുകൾ ഇങ്ങനെ പരാതി പതിവായതോടുകൂടി തന്നെ ഈ റോഡിൻ്റെ ഗ്രിപ്പ്, ഈ വളവിൽ അല്പം ഗ്രിപ്പ് ഉണ്ടാക്കാൻ ഗതാഗത റോഡ് അധികൃതർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീടും അപകടങ്ങൾ സ്ഥിരമായി വരുന്നു. അതിൻ്റെ മിനുസം, ആ ഗ്രിപ്പ് കുറഞ്ഞ് മിനുസമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ 1 മണിക്കൂറോളം സമയമാണ് ഇവിടെ പനയംപാടത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. രാഹുൽ മാങ്കുട്ടത്തിൽ, കോങ്ങാട് MLA ശാന്തകുമാരി, അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസ് തുടങ്ങിയവരെല്ലാം നാട്ടുകാരുമായി സംസാരിച്ചു. ഒടുവിൽ ADM നൽകിയ ഉറപ്പാണ് നാളെ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുകയും അതിൽ ഒരു നടപടി ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. മന്ത്രി K കൃഷ്ണൻകുട്ടി സ്ഥലം സന്ദർശിച്ചു. അദ്ദേഹവും നാട്ടുകാർക്ക് ഉറപ്പ് നൽകി ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ അതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകും. നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും, നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. അങ്ങനെയാണ് ആളുകൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ളത്. ഈ 4 പേരുടെയും മരിച്ച 4 പേരുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. ഇന്ന് രാത്രി തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. നാളെ രാവിലെ ഈ 4 മൃതദേഹവും കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെക്കും. 7:30 മുതൽ ഇവിടെ 8:30 വരെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരും സ്കൂൾ അധികൃതരും എല്ലാം തന്നെ നാട്ടുകാരുമെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമാണിത്. ഈ അപകടങ്ങൾ പതിവാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ദുരന്തം സമീപകാലത്തൊന്നും തന്നെ ഈ നാട്ടുകാർ കണ്ടിട്ടില്ല. അപകടത്തിൽ ഒരാളൊക്കെ മരിക്കുന്നത് ഈ ഇടയ്ക്കെല്ലാം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷത്തെ കണക്കുകൾ നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് കല്ലടിക്കോടിന് ശേഷം അയ്യപ്പൻകാവിൽ മുമ്പ് 1 മാസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു 5 പേർ അന്നത്തെ കാർ അപകടത്തിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ച സംഭവം ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയാണ്. മുണ്ടൂർ മുതൽ മണ്ണാർക്കാട് വരെയുള്ള ഭാഗങ്ങൾ വലിയ തോതിൽ അതിൽ അപകട മേഖലകളുണ്ട്, വലിയ അപകട വളവുകളുണ്ട്. ഇതെല്ലാം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കണം. റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിന് അതിന് പരിഹാരം വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും നാടിനെ നടുക്കിയ വലിയൊരു ദുരന്തമാണ്. നാട്ടുകാരെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. നാളെ ശക്തമായ നടപടി ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം ഈ രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടവും സർക്കാരും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നാളെ രാവിലെ മൃതദേഹം അവരുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുക.